നമസ്കാരം. റാഫ്റ്റർ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ലാലിഗയിലെ റയൽ മാഡ്രിഡ് കിരീടത്തിന് തൊട്ടരികിലാണ്. ഒരുപക്ഷെ ഇന്ന് തന്നെ അവർ കിരീടം ചൂടാനുള്ള സാധ്യതയുണ്ട്. അതിനെന്ത് വേണം? ഇന്ന് കാഡിസിനെതിരെ റയൽ മാഡ്രിഡിന് കളിയുണ്ട്. ആ കളി അവർ വിജയിക്കണം. കൂടാതെ അതിനുശേഷം തൊട്ടു പിന്നാലെ ബാഴ്സലോണക്ക് ജിറോണയുമായിട്ടുള്ള കളിയുണ്ട്. ആ കളി ബാഴ്സലോണ വിജയിക്കാതിരിക്കണം. അങ്ങനെ സംഭവിച്ചാൽ റയൽ മാഡ്രിഡ് ഇന്ന് തന്നെ ലാലിഗയിൽ മുത്തമിട്ടും. എന്നാൽ ഇന്ന് കിരീടം ചൂടിയാലും ആഘോഷിക്കാനില്ല എന്ന് റയൽ മാഡ്രിഡ് കൃത്യമായിട്ട് ഇപ്പൊ തീരുമാനിച്ചിട്ടുണ്ട്. അക്കാര്യം ഇന്നലെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ ആഞ്ചലോട്ടി പറയുകയും ചെയ്തു. ഇല്ല, ഞങ്ങൾ എന്തായാലും നാളെ, അദ്ദേഹം ഇന്നലെ പറയുകയാണ്, നാളെ സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നില്ല. ഇപ്പൊ ഞങ്ങൾക്ക് ഇനിയും ലാലിഗ വിജയിക്കാൻ 4 പോയിന്റുകൾ വേണം എന്നുള്ളതാണ് സ്ഥിതി. അല്ലാതെ നാളെ തന്നെ വിജയിക്കണമെങ്കിൽ കാര്യങ്ങൾ ഞങ്ങളുടെ കയ്യിലല്ല കിടക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ എന്തായാലും മാത്തമാറ്റിക്കലി അത് വിജയിക്കുന്നത് വരെ അത് ആഘോഷിക്കാൻ പോകുന്നില്ല. ഞങ്ങളുടെ ഫോക്കസ് ഇപ്പോൾ ഈ കളിയിൽ മാത്രമാണ്. അത് കഴിഞ്ഞിട്ട് യുവേഫ ചാമ്പ്യൻസ് ലീഗിലെ മത്സരവും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഏതായാലും ഇപ്പം റിലീവോ കൃത്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, റയൽ മാഡ്രിഡ് ആർ ഫോക്കസ്ഡ് ഓൺ ദി ചാമ്പ്യൻസ് ലീഗ് ഗെയിം അഗെയിൻസ്റ്റ് ബയേൺ. അതുകൊണ്ട് തന്നെ they will not go to Sevilla to celebrate La Liga tomorrow in case of victory എന്ന് പറയുന്നുണ്ട്. അതായത് അതൊക്കെ ഇന്നലെ വന്നിട്ടുള്ള റിപ്പോർട്ടാണ്. ഇന്ന് വിജയിച്ചാൽ പോലും അവർ ആഘോഷിക്കാൻ പോകുന്നില്ല. അവർ ഫോക്കസ് ചെയ്യുന്നത് ബയൺ മ്യൂണിക്കുമായിട്ടുള്ള മത്സരമാണ്. ഏതായാലും അടുത്ത മത്സരത്തിൽ ഗ്രനഡക്കെതിരെ അടുത്ത ആഴ്ച മത്സരം കഴിഞ്ഞാൽ അവർ ആഘോഷത്തിലേക്ക് പോകും എന്നുകൂടി റിലീവോ റിപ്പോർട്ട് ചെയ്യുന്ന. അതേസമയം മാർക്ക ഇതിന് വ്യത്യസ്തമായിട്ടുള്ള ഒരു നിറം കൂടി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ആഘോഷിക്കണമെന്ന് കരുതിയാലും അവർക്ക് ആഘോഷിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് അവസ്ഥ എന്ന് പറയുന്നു. അതിന്റെ മെയിൻ റീസൺ ആയിട്ട് അവർ പറയുന്നത് റയൽ മാഡ്രിഡ് വോണ്ട് സെലിബ്രേറ്റ് ലാ ലീഗ ടുമാറോ. If they win it, it's because Barcelona played 2 hours after Real Madrid. അപ്പം ബാഴ്സയുടെ കളി കൂടി കഴിഞ്ഞെങ്കിൽ ഈ കാര്യം തീരുമാനമാവുകയുള്ളൂ. അപ്പോൾ റയലിന്റെ കളി കഴിഞ്ഞ് 2 മണിക്കൂറിന് ശേഷമാണ് ബാഴ്സയുടെ കളിയുള്ളത്. ആ ഒരു സമയമാകുമ്പോഴേക്കും ബെർണാബു മസ്റ്റ് ബി എംപ്റ്റി. ആരാധകരൊക്കെ തിരികെ പോയിട്ടുണ്ടാവും. ആൻഡ് ഓൾസോ ദി പ്ലേയേഴ്സ് വിൽ ബി അറ്റ് ഹോം. ആ രൂപത്തിലായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് ആഘോഷം വേണ്ട, ഒരു തരത്തിലും ആഘോഷിക്കില്ല റയൽ മാഡ്രിഡ് എന്നാണ് ഇപ്പോൾ മാഡ്രിഡിൽ നിന്നുള്ള മാധ്യമമായിട്ടുള്ള മാർക്കയും പറയുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൽ എത്താം.